നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 PGIMER ചണ്ഡീഗഡിലെ BSc നഴ്സിംഗിന്റെയും പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗിന്റെയും അഡ്മിഷന് വേണ്ടി നടത്തുന്ന എൻട്രൻസ് എക്സാമിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജൂൺ 10 തീയതി മുതൽ ജൂൺ 30 തീയതി വരെയാണ് അപേക്ഷിക്കുവാനുള്ള സമയം. എൻട്രൻസ് എക്സാം നടക്കുന്നത് ജൂലൈ 27 തീയതിയാണ്. ആപ്ലിക്കേഷൻ ഫീസ് SC/ST വിഭാഗത്തിന് 1200 രൂപയും മറ്റു വിഭാഗത്തിലുള്ളവർക്ക് 1500 രൂപയുമാണ്. PWBD വിഭാഗത്തിലുള്ളവർക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും തന്നെയില്ല. www.pgimer.edu.in എന്ന വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷിക്കേണ്ടത്. BSc നഴ്സിംഗ് പെൺകുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാവുന്നത്. ടോട്ടൽ 93 സീറ്റാണ് ഉള്ളത്. അതിൽ ജനറൽ വിഭാഗത്തിന് വേണ്ടി 47 സീറ്റ്, SC കാറ്റഗറിക്ക് വേണ്ടി 14 സീറ്റ്, ST കാറ്റഗറിക്ക് വേണ്ടി 7 സീറ്റ്, OBC വിഭാഗത്തിലുള്ളവർക്ക് വേണ്ടി 25 സീറ്റ്, PWBD വിഭാഗത്തിലുള്ളവർക്ക് വേണ്ടി 5 സീറ്റ് ഇങ്ങനെയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. SC, ST, OBC, EWS, PWBD വിഭാഗത്തിലുള്ളവർക്ക് വേണ്ടി സീറ്റ് റിസർവേഷൻ ഉണ്ട്. ഈ സീറ്റുകൾ ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ ആവശ്യമായ ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നിവ 50% മാർക്കോടുകൂടി പാസ്സായവർക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 17 വയസ്സിനും 35 വയസ്സിനും ഇടയിൽ ആയിരിക്കണം. 1990 സെപ്റ്റംബർ 1 തീയതിക്കും 2008 സെപ്റ്റംബർ 1 തീയതിക്കും ഇടയിൽ ജനിച്ചവർ ആയിരിക്കണം. എൻട്രൻസ് എക്സാം നടത്തി അതിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ നടത്തുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. 1.5 മണിക്കൂറാണ് എക്സാമിനേഷന്റെ സമയം. രാവിലെ 9 മണി മുതൽ 10:30 വരെയാണ് എക്സാമിനേഷന്റെ സമയം. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. 100 മാർക്കിന്റെ 100 ചോദ്യങ്ങളാണ്. ഒരു ചോദ്യത്തിന് 1 മാർക്കാണ്. തെറ്റായ ഉത്തരത്തിന് 0.25 മാർക്ക് കുറയ്ക്കും. ഫിസിക്സിൽ നിന്ന് 25 മാർക്കിന്റെ ചോദ്യങ്ങൾ, കെമിസ്ട്രിയിൽ നിന്ന് 25 മാർക്കിന്റെ ചോദ്യങ്ങൾ, ബയോളജിയിൽ നിന്ന് 25 മാർക്കിന്റെ ചോദ്യങ്ങൾ, ഇംഗ്ലീഷിൽ നിന്ന് 15 മാർക്കിന്റെ ചോദ്യങ്ങൾ, GKയിൽ നിന്നും കറണ്ട് അഫയേഴ്സിൽ നിന്നും 10 മാർക്കിന്റെ ചോദ്യങ്ങൾ, ഇങ്ങനെ ടോട്ടൽ 100 മാർക്കിന്റെ 100 ചോദ്യങ്ങളാണ് വരുന്നത്. 10ലെയും +1ലെയും +2ലെയും സിലബസിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. ജനറൽ വിഭാഗത്തിന് ക്വാളിഫയിങ് മാർക്ക് 50%ലും SC, ST, OBC, PWBD വിഭാഗത്തിലുള്ളവർക്ക് 40%ലുമാണ് ക്വാളിഫയിങ് മാർക്ക്. മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയതിനു ശേഷം ഇന്റർവ്യൂവിന് സെലക്ട് ചെയ്യുന്ന കുട്ടികളുടെ ലിസ്റ്റ് PGIMERന്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. അതിൽ ഡേറ്റും സമയവുമെല്ലാം ഉണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് PGIMER ചണ്ഡീഗഡിൽ ഇന്റർവ്യൂവിന് വേണ്ടി എത്തേണ്ടത്. ഡോക്യുമെന്റ്സ് വെരിഫിക്കേഷൻ, ഇന്റർവ്യൂ അങ്ങനെ 2-3 ദിവസമാണ് സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. ചണ്ഡീഗഡിൽ വെച്ചാണ് നടക്കുന്നത്. എക്സാമിനേഷൻ സെന്ററുകളുടെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കേരളത്തിൽ എക്സാമിനേഷൻ സെന്റർ ഇല്ല. അതുകൊണ്ട് അപേക്ഷ നൽകുന്ന കേരളത്തിലുള്ള കുട്ടികൾ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള സെന്റർ വേണം സെലക്ട് ചെയ്യുവാൻ. 2-3 ദിവസത്തെ സെലക്ഷൻ പ്രോസസ്സിന് ശേഷം സെലക്ഷൻ ലഭിക്കുന്ന കുട്ടികളുടെ ലിസ്റ്റ് PGIMERന്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. സെലക്ഷൻ ലഭിക്കുന്ന കുട്ടികൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇതിൽ പറയുന്ന ഫീസുകൾ നൽകേണ്ടതായിട്ടുണ്ട്. 4 വർഷത്തേക്ക് ട്യൂഷൻ ഫീസ്, ലൈബ്രറി ഫീസ്, മൈഗ്രേഷൻ ഫീസ്, രജിസ്ട്രേഷൻ ഫീസ് എല്ലാം ഉൾപ്പെടെ ടോട്ടൽ 5830 രൂപയാണ് 4 വർഷത്തേക്ക് നൽകേണ്ടത്. എയിംസിന്റെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നത് പോലെ തന്നെ വളരെ തുച്ഛമായ ഫീസിൽ ഇവിടെ പഠിക്കുവാനായിട്ട് സാധിക്കും. സെൻട്രൽ ഗവൺമെന്റിന്റേതാണ്. ഹോസ്റ്റലിൽ സിംഗിൾ റൂമും ഷെയറിംഗ് റൂമും അവൈലബിൾ ആണ്. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് റൂം സെലക്ട് ചെയ്യാവുന്നതാണ്. റൂം റെന്റ് സിംഗിൾ റൂമിന് 2400 രൂപയാണ് 1 വർഷം നൽകേണ്ടത്. ഷെയറിംഗ് റൂമിന് 1200 രൂപയാണ് 1 വർഷം നൽകേണ്ടത്. ഇലക്ട്രിസിറ്റി ചാർജ് സിംഗിൾ റൂമുകാരും ഷെയറിംഗ് റൂമുകാരും 500 രൂപയാണ് ഓരോ വർഷവും നൽകേണ്ടത്. സമ്മർ സീസണിൽ കൂളർ ചാർജ് സിംഗിൾ റൂമിന് 500 രൂപയും ഷെയറിംഗ് റൂമിന് 250 രൂപയുമാണ്. അഡ്മിഷൻ ലഭിച്ചാൽ ട്യൂഷൻ ഫീസായിട്ട് 4 വർഷത്തേക്ക് 5830 രൂപ മാത്രം നൽകിയാൽ മതി. സിംഗിൾ റൂമിന് റൂം റെന്റ് 3400 രൂപയാണ് 1 വർഷത്തേക്ക്. ഷെയറിംഗ് റൂമിന് 1950 രൂപയാണ് 1 വർഷത്തേക്ക് നൽകേണ്ടത്. മെസ് ഫീസ് സെപ്പറേറ്റ് ആയിട്ട് നൽകണം. പഠന സമയത്ത് ഓരോ മാസവും 500 രൂപ വീതം സ്റ്റൈപ്പൻഡ് ലഭിക്കും. ജൂൺ 30 തീയതി വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം. ജൂലൈ 27 തീയതിയാണ് എൻട്രൻസ് ടെസ്റ്റ് നടക്കുന്നത്. ഓഗസ്റ്റ് 9 തീയതി റിസൾട്ട് പബ്ലിഷ് ചെയ്യും. BSc നഴ്സിംഗിന്റെ ഡോക്യുമെന്റ്സ് വെരിഫിക്കേഷൻ ഓഗസ്റ്റ് 13 തീയതിയാണ് നടക്കുന്നത്. കൗൺസിലിംഗ് ഓഗസ്റ്റ് 14 തീയതിയാണ് നടക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.